മൂരിയെ ചവിട്ടാനിറക്കിയത് സാഹിബോ? എപ്പോഴും ആർക്കൊക്കെയോ വേണ്ടിയിട്ട് തിളയ്ക്കുന്ന സാമ്പാറാണ് നിലമ്പൂർ മൂരി. ഇത്തവണ മൂരിയെ ചവിട്ടുവാൻ കളത്തിലിറക്കിയത് ആരാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കാരണം ഇതോടെ നിലമ്പൂർ മൂരി ചത്തു. ഇനി വെളിയിലിറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ ആരോപിച്ച കാര്യങ്ങൾ മൂരി തെളിയിക്കണം. അതിന് ഒരു പുട്ടും കയ്യിലില്ലതാനും. ഇത്തവണ മുഖ്യമന്ത്രിയെ പൊതിഞ്ഞു പിടിച്ച് കടന്നാക്രമിച്ചത് ADGP MR അജിത് കുമാറിനെയും പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയുമാണ്. ഒടുക്കം മൂരി ശശിയായത് മിച്ചം. ഇന്ന് ITV ന്യൂസ് പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ് ജപ്പാൻ മൂരി ADGP അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും തിരഞ്ഞുപിടിച്ച് കടന്നാക്രമിച്ചത്, ആരാണ് തേഞ്ഞ കത്തിയുമായി മൂരിയെ ഈ ക്ഷൗരപ്പണിക്ക് കളത്തിലിറക്കിയത് എന്നാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് അത് മറ്റാരുമല്ല, അൻവറിന്റെ ബോസിന്റെ സുഹൃത്തും അതേ ജാതിക്കാരനുമായ പോലീസ് ആസ്ഥാനത്തിരിക്കുന്ന സാഹിബ് തന്നെയാണെന്നാണ്. അതും മരുമോന്റെ ആശീർവാദത്തോടെ. കാരണം സാഹിബിന് MR അജിത് കുമാറിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. പോലീസ് ചീഫ് എന്ന പദവിയുണ്ടെങ്കിലും യഥാർത്ഥ ചീഫ് നിലവിൽ MR അജിത് കുമാർ തന്നെയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി വഴി പോലീസ് സേനയെ ഇന്ന് നിയന്ത്രിക്കുന്നത് MR അജിത് കുമാർ തന്നെ. കാര്യമായ ഒരു കാര്യം പോലും ഇന്ന് സാഹിബ് അറിയുന്നില്ല. സാഹിബാണ് പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്നതെന്ന ഫീൽ പോലും സംസ്ഥാനത്തെ പോലീസുകാർക്ക് ഇല്ലതാനും. സാഹിബ് പോലീസ് ചീഫായ ഉടനെയാണ് നിലമ്പൂർ കാക്ക തന്റെ ലെറ്റർ പാഡിൽ ഒരു വലിയ പരാതി തയ്യാറാക്കി പോലീസ് ചീഫിന് നേരെ കൊണ്ട കൊടുത്തത്. അത് മറ്റൊന്നുമല്ലായിരുന്നു, ഷാജൻ സ്കറിയ പോലീസിന്റെ വയർലെസ് ചോർത്തി രാജ്യദ്രോഹം നടത്തുന്നു, ITV സുനിൽ മാത്യു അതിൽ പങ്കാളിയാണ്, ഇവന്മാരെ രണ്ടിനെയും തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ്. കാക്കയോർത്തു ഞമ്മന്റെ സാഹിബിനോട് പറഞ്ഞാൽ അപ്പോൾ തന്നെ പിടിച്ച് ഇവന്മാരെ അകത്തിടുമെന്ന്. പക്ഷേ ഒന്നും നടന്നില്ല. കാരണം ഇവന് ഭ്രാന്താണെന്നും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ബോധമുള്ള പോലീസുകാർക്ക് മനസ്സിലായതുകൊണ്ട് അവർ അതെടുത്ത് ചവറ്റുകുട്ടയിലിട്ടു. അതുപോലെ സാഹിബ് DGPയുടെ ക്യാബിനിൽ നിന്ന് നടത്തിയ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം പാളി. കേസ് കോടതിയിലായി, കേസായി, പുകിലായി, നാണക്കേടായി. ഒടുക്കം പരാതിക്കാരന് നഷ്ടമടക്കം കൊടുത്ത് കേസിൽ നിന്നും തലയൂരി. സാഹിബ് വിചാരിക്കുന്നത് പോലീസ് സേനയിൽ തന്നെയുള്ള തന്റെ ശത്രുക്കൾ ആരോ ആണ് തന്റെ സ്ഥാനം കളയുവാൻ തനിക്കിട്ട് പണിഞ്ഞതെന്ന്. അതുപോലെ MR അജിത് കുമാർ തനിക്ക് മുകളിൽ ആണെന്നൊരു ചിന്ത സാഹിബിന് എപ്പോഴും ഉള്ളത് കൊണ്ട് ആ ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നോർത്തു നടക്കുമ്പോഴാണ് പണി കൊടുക്കുവാൻ മരുമകന്റെ പച്ച സിഗ്നൽ കിട്ടിയത്. സാഹിബിന് ഫോൺ ചോർത്തൽ ഒരു പാടുമില്ല. അങ്ങനെ ഫോൺ ചോർത്തി ആര് നായ്ക്കോലം കെട്ടുമെന്നായി അടുത്ത ചിന്ത. അങ്ങനെയാണ് ആ പണി നമ്മുടെ നിലമ്പൂർ മൂരിക്ക് വന്നു ചേർന്നത്. കിട്ടിയ ഊഹാപോഹങ്ങൾ വെച്ച് മൂരി നന്നായി കത്തിച്ചു. സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ അത് നന്നായി ആളിക്കത്തിച്ചു. ഒടുവിൽ പിണറായിക്ക് കാര്യം മനസ്സിലായി, ഇത് മിസ്റ്റർ മറുമകനും സാഹിബും അൻവർ കാക്കയും ലവന്റെ ബോസ് കാക്കയും കൂടി കളിച്ച കളിയാണെന്ന്. സാഹിബ് ഭൂമിക്കസിൽ നാറിയതുപോലെ അജിത്തിനെയും നാറ്റിക്കുവാനായിരുന്നു പദ്ധതി. അങ്ങനെയാണ് കവടിയാറിൽ MR അജിത് കുമാർ ഒരു കൊട്ടാരം പണിയുന്നു എന്ന കഥയുണ്ടായത്. പ്ലാൻ പോലും എടുത്ത് തയ്യാറാക്കി കാത്തിരുന്നു. വാർത്ത കേട്ട പാടെ കേൾക്കാത്ത പാടെ മാപ്രകൾ കവടിയാറിലേക്ക് പാഞ്ഞു. പിന്നെ വർണ്ണനകളായി സെന്റിന് 1 കോടി, 7000 സ്ക്വയർ ഫീറ്റർ, ഭൂഗർഭനില, കൊട്ടാരം, അങ്ങനെ എന്തൊക്കെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കാവറുക്കി നടന്ന അൻവറിന് എത്ര കോടിയുടെ ആസ്തി ഇന്നുണ്ട്? എത്ര ഏക്കർ വസ്തുവുണ്ട്? ഇയാൾ എന്നാ കച്ചവടമാണ് നടത്തിയത്? ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത് കവടിയാറിലെ സ്ഥലം MR അജിത് കുമാർ 2005 മേടിച്ചതാണ്. അന്ന് അവിടുത്തെ വലിയ തുകയായ സെന്റിന് 5 ലക്ഷം രൂപ വീതം നൽകിയാണ് വാങ്ങിയത്. അപ്പോൾ 50 ലക്ഷം. ഈ തുക അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തായ ആറ്റുകാലിലെ വീടും പുരയിടവും വിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് മേടിച്ചതെന്നുള്ള രേഖയും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. വീട് പണിക്കായി 1.5 കോടിയുടെ വായ്പയും ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒരു IPS ഓഫീസർക്ക് ഇത്രയുമൊക്കെ വാങ്ങാൻ പറ്റില്ലേ? അതുമല്ല, കൊട്ടാരം പണിതാൽ പണി പുറകെ വരുമെന്ന് മനസ്സിലാക്കുവാൻ ഒരു IPSകാരന് മൂളയില്ലേ? അതുപോലെ ഒരു IPS ഉദ്യോഗസ്ഥന് അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള വീട്ടിൽ നിന്നും വിവാഹബന്ധം ഉണ്ടാകില്ലേ? ഉണ്ടാകും. അപ്പോൾ ചികഞ്ഞു ചെന്നാൽ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ അലമുറയിട്ട അത്ര പ്രശ്നങ്ങളൊന്നും ഈ 10 സെന്റ് വീട്ടിൽ ഇല്ല. ഇതിലും അജിത് കുമാറിനെ പൂട്ടാൻ പറ്റില്ല എന്ന് ചുരുക്കം പറഞ്ഞാൽ ഈ ശബ്ദരേഖ വെച്ചൊന്ന് വിരട്ടി, എൻ്റെ കയ്യിൽ മുഴുത്ത സാധനം ഇരിപ്പുണ്ട്, ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അതെടുത്ത് ഞാൻ പ്രയോഗിക്കും എന്നൊക്കെയുള്ള ആ ഉണ്ടയില്ലാവിടി ആയിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അൻവറിന്റെ ഈ പ്രകടനം കണ്ട് നിലവിലെ സാഹചര്യത്തിൽ അത് സിറ്റപ്പന്റെ ചെലവിൽ പോകുമെന്നും സിറ്റപ്പൻ ഇടഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ MR അജിത് കുമാറിനെയും മാറ്റി നിർത്തി ശശിയെയും ഒന്ന് അടക്കി നിർത്തിയാൽ സാഹിബിന് ഒരു മേൽഗതി വരും എന്ന്
നിലമ്പൂർ മൂരിയെ കയറൂരി വിട്ടവർ കരുതി. ഈ പദ്ധതിയാണിപ്പോൾ പ്ലിങ്ങിപ്പോയത്. നിങ്ങൾ ഓർത്തു നോക്കുക, നിലമ്പൂർ മൂരിയുടെ കയ്യിൽ ഒരു ചെറിയ വെടിക്കുള്ള മരുന്നെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അയാൾ അത് വെച്ച് അവിടെ ഒരു പൂരം നടത്തിയേനെ. അതുകൊണ്ടാണ് നാണം കെട്ട് ഒരു മൂങ്ങയെ പോലെ തലയും കുമ്പിട്ട് വണ്ടിയിൽ കയറി പാഞ്ഞത്. അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് അദ്ദേഹം ഇന്ന് തീയിട്ടേനെ. അവസാനമായി പറയുവാനുള്ളത് ഇത്രമേ ഉള്ളൂ: സാഹിബിനെ സൂക്ഷിക്കുക, മൂരിക്കൊരു മൂക്കുകയർ ഇടുക. വരി ഉടച്ചത് കൊണ്ട് ഇനി ഭാവിയിൽ കിടന്ന് ചാടുവാൻ സാധ്യതയില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.